എല്ലാവർക്കും ഡെവിൾ ക്രിയേഷൻ ഡെവിളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 51 മുതൽ 60 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ കാണാപ്പാടൊന്നും നമ്മളെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ല. നമ്മളല്ലാതെ കുറുക്ക് വഴിയിലൂടെ എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. 60ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 51 മുതൽ 59 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. ഞാനിവിടെ നേരത്തെ 51ൻ്റെ സ്ക്വയർ മുതൽ 60ൻ്റെ സ്ക്വയർ വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 51ൻ്റെ സ്ക്വയർ മുതൽ 59ൻ്റെ സ്ക്വയർ വരെ നമ്മൾ നോക്കുക. ആദ്യത്തെ 51ൻ്റെ സ്ക്വയർ എത്രയാണ്? 2601. 52ൻ്റെയോ 2704. 53ൻ്റെയോ 2809. അങ്ങനെ താഴോട്ടേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നോക്കാം. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ രണ്ടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആൻസറിൻ്റെ ആ പാർട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ രണ്ടക്കങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതൊരു ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. ഇവിടെ ആദ്യത്തെ കണ്ടോ, 51ൻ്റെ സ്ക്വയറിൽ 26 ആണ് ഫസ്റ്റത്തെ ഡിജിറ്റ്. പിന്നെ 52ൻ്റെ ആണെങ്കിലോ 27 ആണ് ഫസ്റ്റത്തെ രണ്ട് നമ്പേഴ്സ്. പിന്നെ 53ൻ്റെയോ 28, 54ൻ്റെയോ 29, 55ൻ്റെയോ 30, 31, 32, 33, 34 അങ്ങനെ ഇൻക്രീസ് ആയിട്ടാണ് പോകുന്നത്. കാണാപ്പാടം പഠിക്കാൻ തന്നെ മടിയായതുകൊണ്ട് നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 25 എന്ന സംഖ്യ കോമൺ ആയിട്ട് എടുക്കുന്നത്. ഈ സംഖ്യ നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കുക. 51 മുതൽ 59 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു സംഖ്യയാണ് 25 എന്ന് പറഞ്ഞത്. നമുക്കിനി 51ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 51ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 50നോട് എത്ര കൂടുതൽ 51? 50നോട് എത്ര കൂടുതൽ 51? 1 അല്ലേ? 51 മൈനസ് 50 എത്രയാ? 1. ഈ 1 പറഞ്ഞ സംഖ്യ ഈ 25നോട് കൂട്ടുക. 25 പ്ലസ് 1 എത്ര കിട്ടും? 26. അത് ആദ്യത്തെ രണ്ടക്കങ്ങളായി എഴുതി വെക്കുക. 26. ആദ്യത്തെ രണ്ട് അക്കങ്ങൾ നമുക്ക് കിട്ടി 26. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ ഇല്ലേ, ഈ 1 ഇതിൻ്റെ സ്ക്വയർ കാണുക. ഈ 1ൻ്റെ സ്ക്വയർ എത്രയാ? 1 തന്നെയല്ലേ? ഈ 1 ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുക. ഇവിടെ 1 എന്ന് മാത്രം എഴുതാൻ പറ്റില്ല, 0, 1 എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് 52ൻ്റെ സ്ക്വയർ കാണാം. ഏതിൻ്റെ? 52ൻ്റെ സ്ക്വയറാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. 50നോട് 52 എത്ര കൂടുതലാണ്? 50നോട് 52 2 കൂടുതലാണല്ലോ. ഈ 2 ഏതുമായിട്ട് കൂട്ടുക? ഈ 2 25ആയിട്ട് കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? 27. ആദ്യത്തെ രണ്ടക്കങ്ങൾ കിട്ടിയോ? 27. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ഇല്ലേ, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4. 4 എന്ന് മാത്രം എഴുതാൻ പറ്റുമോ? ഇല്ല, 2 സ്ഥാനമായിട്ട് എഴുതണം. അപ്പോൾ 0, 4 എന്ന രീതിയിൽ എഴുതുക. ഇനി നമുക്ക് ഒരു 54ൻ്റെ സ്ക്വയർ കാണാം. 54ൻ്റെ സ്ക്വയറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 50നോട് എത്ര കൂടുതൽ 54? 4 കൂടുതലാണല്ലോ. ഈ 4നോട് ഏത് കൂട്ടണം? 25 കൂട്ടണമല്ലോ. 4നോട് 25 കൂട്ടിയാൽ 29. ആദ്യത്തെ രണ്ടക്കങ്ങൾ കിട്ടിയല്ലോ, 29. ഇനി അടുത്ത രണ്ടക്കങ്ങൾ കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ
ഈ 4 എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ 50ഉം 54ഉം തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ള ഈ 4ൻ്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അത് അതേപടി എഴുതി വെക്കുന്നു. ഇതേ ആൻസർ തന്നെയല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് 58ൻ്റെ സ്ക്വയറും കൂടെ കണ്ടുപിടിക്കാം. 58ൻ്റെ സ്ക്വയർ 50നോട് എത്ര കൂടുതൽ? 58. 8 കൂടുതലാണല്ലോ. അതെ, ഈ 8നോട് നമ്മൾ ഏതായിരുന്നു സംഖ്യ കൂട്ടേണ്ടത്? 25 കൂട്ടണമല്ലോ. പ്ലസ് 25 നമുക്ക് എത്ര കിട്ടും ആൻസർ? 8 + 25 എത്രയാ? 33. അപ്പം ആദ്യത്തെ 2 സംഖ്യകൾ നമുക്ക് കിട്ടി 33. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ഈ ഡിഫറൻസ് എന്ന് വെച്ചാൽ 50ഉം 58ഉം തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ഈ എഴുതി വെച്ച 8. അതിൻ്റെ സ്ക്വയർ അങ്ങോട്ടേക്ക് കണ്ടുപിടിക്കണം. 8ൻ്റെ സ്ക്വയർ എത്രയാ? 64. അതേപടി എഴുതി വെക്കുക മുകളിലേക്ക്. 64 കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതൊന്നുമില്ലാതെ എഴുതാതെ ചെയ്തു നോക്കാം. ഇനി നമുക്ക് ഏതാ കാണുക? 57ൻ്റെ സ്ക്വയർ അങ്ങോട്ടേക്ക് കാണാം. 57ൻ്റെ സ്ക്വയർ 50നോട് എത്ര കൂടുതൽ? ഈ 57 7 കൂടുതലാണല്ലോ. അതെ, 7 + 25 എത്രയായിരുന്നു? 32. അപ്പം 32 മുകളിൽ എഴുതി വെക്കുക. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? 7ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50ഉം 57ഉം തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ള ഈ 7ൻ്റെ സ്ക്വയർ കാണണം. 7ൻ്റെ സ്ക്വയർ എത്രയാ? 7ൻ്റെ സ്ക്വയർ 49. അതിവിടെ എഴുതി വെക്കുക. 49 കിട്ടിയല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് ഒരു 56ൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 56ൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 56ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 50ഉം 56ഉം തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണുക. അതെത്രയാ? 6. 6 കിട്ടിയല്ലോ. ഇനി 6നോട് നമ്മൾ ഏതോ ഒരു സംഖ്യ കൂട്ടണ്ടേ. അതേതായിരുന്നു? 25. 6 + 25 എത്രയാ? 31. ആദ്യത്തെ 2 സംഖ്യകൾ കിട്ടിയില്ലേ? 31. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ 50ഉം 56ഉം തമ്മിലുള്ള വ്യത്യാസമായ 6ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമല്ലോ. അപ്പം 6ൻ്റെ സ്ക്വയർ എത്രയാ? 36. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഇന്ന് പഠിച്ചത് 51 മുതൽ 59 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ കാണാം എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്.